ഒളിച്ചോടിയൊന്നല്ല വന്നത്. നിക്കാഹ് കഴിഞ്ഞ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അപ്പൊ ആരും ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത്. മേനു ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം, എന്നാലും മേനുവിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം മേനു ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരെ തെളിഞ്ഞു, എന്നിട്ട് എല്ലാവരും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ മെഹനു എന്ന ആള് പുതിയ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സഫ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ വിവാഹം കഴിച്ചതിനൊക്കെ നല്ല കാര്യം തന്നെ. അപ്പോൾ റിഫ മെഹനു എന്നാണ് അറിയപ്പെടുന്നത്. റിഫാൻ്റെ ഹസ്ബൻഡായിരുന്നു. റിഫ 2 വർഷം മുന്നേ ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്തായാലും 2ാം വിവാഹം കഴിക്കുന്നത് തെറ്റും കാര്യമൊന്നും അല്ല. പക്ഷേ എന്താ പറയുക, അതിൻ്റെ കേസും ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മോളുടെ അവസ്ഥയും ഇനി എന്താണെന്ന് അറിയില്ല. ഈ മോള് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയണതൊക്കെ. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ കാരണമാണ് റിഫ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല കാരണം. ഞാൻ ഈ അടുത്താണ് മെഹനുവിനെ പരിചയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം എന്തൊക്കെ സത്യാവസ്ഥയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ റിഫ എന്ന പെൺകുട്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ആത്മഹത്യ ഒന്നിനൊരു ഇതല്ല. അവള് ആത്മഹത്യ ചെയ്ത് അവൾ പോയി. ആർക്ക് പോയി? ആ കുഞ്ഞിനും അവളുടെ മാതാപിതാക്കൾക്കും പോയി. ഇപ്പൊ പിന്നെ പുതിയൊരു വിവാഹം കഴിച്ച് കേസ് നടക്കവേ തന്നെ പുതിയ വിവാഹം കഴിച്ച് നല്ല മാന്യനെ പോലെ നല്ലതായിട്ട് ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ സപ്പോർട്ടിന് ഇപ്പോൾ സഫ എന്ന ഈ പെൺകുട്ടിയുണ്ട്. സഫ എന്നാണ് ഇപ്പോൾ വിവാഹം ചെയ്ത ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ല. മെഹനുവിൻ്റെ വീട്ടിലല്ല കഴിയുന്നത്, അവർ ഒറ്റയ്ക്ക് വേറൊരു വീട്ടിലാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താണ് മെഹനുവിൻ്റെ വീട്ടിൽ കഴിയാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഇത് അവർ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അവർ കുറച്ച് ദിവസം മാസ്ക് വെച്ചിട്ടാണ് അവൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്ക് അഴിക്കേണ്ടെന്നാണ് മെഹനു പറയുന്നത് എന്ന് പറഞ്ഞ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അവൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവൾ മാസ്ക് ഒക്കെ അഴിച്ച് ഫേസൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അപ്പം തന്നെ പറയുന്നത് ഞാൻ മാസ്ക് അഴിക്കും, ഞാൻ നേരിട്ട് വരും. അവൾക്ക് ഫസ്റ്റ് ഇതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും അതിനെ ആക്റ്റീവാക്കി എടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്. ഇപ്പോൾ എന്താണ് സഫ മെഹനു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് താല്പര്യം ഇല്ലാണ്ടും കൂടെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഇതിലേക്ക് വരുമ്പോൾ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മളും ആയി പോകുമല്ലോ, നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും കൂടെ. അവൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എത്രയോ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട് പുതിയ ചാനലിലും പുതിയ ഇൻസ്റ്റാഗ്രാം പേജിനൊക്കെ. അപ്പോൾ എന്തായാലും അവരെന്തായാലും നല്ലതാവട്ടെ. അപ്പോൾ കുഞ്ഞിനെ നോക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുവരും, കുഞ്ഞിനെ ഞങ്ങൾ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിഫ പോയി ഇവർ എന്തായാലും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. കുറേ പേര് നല്ല കമന്റ്സ് പറയുന്നുണ്ട്, കുറേ പേര് ബാഡ് കമന്റ്സും പറയുന്നുണ്ട്. അവർ നന്നായി ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും കേസിൻ്റെ ഇതൊന്നും വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇതിൽ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റിഫാന്റെ കുറച്ച് വാക്കുകളും കൂടെ ഒന്ന് നമ്മൾ കേട്ടിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളത് പറയാം. റിഫാന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാം. ഏറ്റവും വലിയ വിഷയം നിങ്ങൾ തല്ലിട്ടുണ്ടാവില്ലല്ലോ. ഈ വിരലിന്റെ ഈ കൂനില്ലേ, മറ്റേ നമ്മള് ഗുസ്തിയൊക്കെ കാണൂലേ, ഇത് തല്ലുന്നത് അതുമായി ഇവിടെ ഒന്ന് ഇടക്ക നമുക്ക് സ്ട്രെയിനുള്ള കൂടുതല ഇവിടെ നടുവിന്. നമ്മളെ ശരീരം ഏടെ തളരുന്നു ആടെയാണ് മനസ്സിലൊരാളെ വെറുത്താല് അയാളെ അത് കൈപ്പിടിക്കാൻ പോലും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. മനസ്സിലാക്കി എന്റെ മേനൂറും ഇതിനിടക്ക് ചങ്ങായിന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു. ഞാൻ പിടിച്ചിട്ട് സത്യമായ ഇറിറ്റേഷൻ ആണ്. അഭിനയിക്കാനാണോ ഒരു കാലം ചോദിച്ചിട്ട് ഞാൻ സൈക്കിള് പഠിച്ചോണ്ട് കഴിക്കാൻ 20 വയസ്സായിട്ടുള്ള എനിക്കിപ്പോ. ഇനിയിപ്പോ കാലകാലം മേന ഇങ്ങനെ തന്നെ ആണെങ്കിൽ വെറുതെ എന്തിന് ഞാനിങ്ങനെ ആളെ മുമ്പ് ഞാന് മേനോട് സൗത്ത് ചെയ്യൂല. അത് നീ മനസ്സിലാക്കുക. ആൾക്കാരെ അറിയിച്ചിട്ട് മേനോട് പറയിക്കുന്ന ആവശ്യമില്ല.
മേനിപ്പോ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അതാണ് മേനുവിന്റെ അടുത്ത് ഒരുപാട് പലർക്കും പക്ഷെ ഞാനൊന്നും. അപ്പോഴത്തെ റിഫ പറയുന്നുണ്ട് ഞാൻ അവന് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട്, അതുപോലെ തന്നെ പല ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഒരു എന്താ പറയുക, നല്ല സക്സസ് ആയിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ ഒരിക്കലും ആ പെണ്ണ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ മെഹുലിൻ്റെ ഭാഗത്തും തെറ്റുകൾ ഇല്ലാതിരിക്കില്ല. എന്തായാലും മെഹുലിൻ്റെ ഭാഗത്തും കുറേ തെറ്റുകൾ ഉണ്ടാവും. പക്ഷെ എടുത്തു ചാടി റിഫ ആത്മഹത്യ ചെയ്തത് ഒന്നിനൊരു പരിഹാരമില്ല. ആ പൊന്നുമോനെ പോയി, ആ പൊന്നുമോനെ ഉപേക്ഷിച്ചിട്ട് അവള് മരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മാത്രം ആ പാവം വേദന തിന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തത്. റിഫാന്റെ ആ ഒരു വീഡിയോയിൽ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് സുന്ദരിയായ ഒരു പൊന്നുമോൾ, അത് ഈ ലോകത്തോട് വിട പറഞ്ഞ് നമുക്ക് എന്താ പറയാ, പൊന്നുമോളുടെ ഇത് ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ആ മോളുടെ ആ ഒരു മുഖം നമ്മുടെ ഇതൊന്നും മാറിപ്പോയിട്ടില്ല. അത്രയും ഇതായിട്ടുള്ളൊരു മുഖം തന്നെയാണ് ആ പൊന്നുമോളുടെ. അപ്പൊ എന്താ പറയുക, ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവന് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ ജീവിക്കുക വേണ്ടത്. ഇപ്പൊ അവന് കണ്ടില്ല, ഇപ്പൊ എല്ലാവരും പോയി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ, ജീവിക്കണ്ടെന്ന് പറയുന്നില്ല. അവനക്ക് ഒരു ജീവിതം വേണം. ഇപ്പൊ ഒരു ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2ാമത് വിവാഹം കഴിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് ഞാൻ തെറ്റും പറയുന്നില്ല. എന്തായാലും മെഹ്നു ഇപ്പൊ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ആ ഹാപ്പി എന്നും ഉണ്ടാവട്ടെ. പക്ഷെ റിഫ എന്നും ഒരു തീരാ നോവായിട്ട് എന്തായാലും എപ്പോഴും നമ്മുടെ ഇടയിൽ എന്തായാലും റിഫയുടെ ഒരു ഇത് ഉണ്ടാവും. എന്താ വെച്ചാൽ അത്രയും ഒരു ഇതായിട്ടുള്ളൊരു മോളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ അവള് തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതല്ല യഥാർത്ഥ ജീവിതം, അല്ലാതെ ഒരു ജീവിതം ഉണ്ട്. ആ മെഹ്നുവിനും റിഫാനും വെച്ചിട്ട് ജീവിക്കുന്നവർ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരെ റോൾ മോഡലാക്കിയിട്ട് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റിഫ മരണപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. എന്താ വെച്ചാൽ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അവരുടെ. എല്ലാ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാലും എല്ലാം വീഡിയോസ് എടുത്ത് നോക്കിയാലും അവർ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയാൻ എന്താ പറയുക, അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ ഒരു ഇത് മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിലുള്ളതല്ല ജീവിതം, അല്ലാതെ വേറെ ഒരു ജീവിതമുണ്ട്. നമ്മൾ അപ്പൊ ഈ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാതിരിക്കും. നമ്മൾ എന്താ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പൊ എന്തായി, മെഹനുവിന് നല്ലൊരു ജീവിതം കിട്ടി, അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പൊ റിഫാക്ക് എന്തായി, ആ പൊന്നുമോനക്ക് ഉമ്മയില്ലാതായി പോയി. ആ പൊന്നുമോന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മെഹനു കുഞ്ഞിനെ കൊണ്ടുവന്ന് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ അവൻ കല്യാണം കഴിച്ചു, അതിന് ബാഡ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഇനിയിപ്പോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കല്യാണം കഴിച്ചിട്ട് നല്ലതായി ജീവിക്കട്ടെ. എന്താണ് സഫ എന്ന ആ മോൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അതും ആ ഒരു മോളെ കാണുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലെ ഉണ്ട്, അധികം പ്രായമൊന്നും തോന്നിക്കുന്നില്ല. അപ്പൊ എല്ലാവരും കമന്റ്സ് ഇടുന്നുണ്ട്, ഈ മോൾക്ക് ഭയങ്കര പ്രായം തോന്നുന്നില്ല, ചെറിയ കുട്ടിയാണോ, ഫസ്റ്റത്തെ കല്യാണമാണോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അവര് Q&A ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെല്ലാവരും അവർ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും, നിങ്ങൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരം പറയുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും റിഫയുടെ മോന് ഒരു എന്താ പറയാ, ആ കുഞ്ഞിന് മാതാവില്ലാതായിപ്പോയി. അപ്പൊ എന്താ പറയാ, നമുക്കൊന്നും പറയാനില്ല. ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ആത്മഹത്യ ചെയ്ത് നമുക്ക് പോയി, അവർക്ക് നമ്മുടെ എന്താണ് ഭർത്താവ് വേറെ പെണ്ണ് കിട്ടും, അല്ലെങ്കിൽ വേറൊരു ഇത് കിട്ടും. അപ്പൊ നമ്മളെന്തായി, നമ്മളത് പോയ നമ്മുടെ മക്കൾക്കും നമ്മൾക്കും പോയി. പിന്നെ എന്താ, മക്കൾ വലുതാവുന്ന വരെയുള്ള അവർക്കൊരു പ്രശ്നം, അവർക്ക് പിന്നെ ജീവിതവും പിന്നെ നമ്മളെ മറക്കും. അപ്പൊ ആത്മഹത്യ ചെയ്യാതിരിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. റിഫ എന്തായാലും മരണപ്പെട്ടു പോയ പൊന്നുമോള് എന്തായാലും ജീവിതം എന്താ പറയാ, ആഹാരം വെളിച്ചമാക്കട്ടെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടി, എന്തായാലും നന്നായിട്ട് ഇരിക്കട്ടെ. അപ്പൊ മെഹുന് നല്ലതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.